നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 16-ാം തീയതി 1199 ആണ്ട് കർക്കിടക മാസം 32-ാം തീയതി. ഇന്ന് കർക്കിടകം ഈ വർഷം 32 ഉണ്ട്. കണക്ക് നമുക്ക് അതിവർഷം എന്ന് അതിനെ പറയും. ഇപ്പോൾ 365 ദിവസമാണ് ഒരു വർഷം. 4 കാല് ചെല്ലുമ്പോൾ ഒരു ദിവസമാവും. അങ്ങനെ അതിനെ അതിവർഷം എന്ന് പറയും. ഇപ്പോൾ ഈ കർക്കിടക മാസം അതിവർഷമാണ്. പിന്നെ അതിനേക്കാൾ ഉപരി ഈ കർക്കിടക മാസത്തിനൊരു പ്രാധാന്യമുള്ളത്, ഒരു നൂറ്റാണ്ട് തീർന്ന് അടുത്ത നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. 1199 ആണ്ട് തീർന്ന് 1200 ആണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം മൂല നക്ഷത്രമാണ്, ഉദയനക്ഷത്രം. മൂലനക്ഷത്രം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലം. ഏറ്റവും പവർഫുൾ നക്ഷത്രമായിട്ടാണ് ശാസ്ത്രത്തിൽ പറയണം മൂലനക്ഷത്രത്തെ. നമ്മൾ തമാശയ്ക്കൊക്കെ മൂലനക്ഷത്രം എന്ന് പറയുമ്പോൾ ചിലർ കൺസൾട്ട് ചെയ്യാൻ വന്നവർ തന്നെ എന്ത് നക്ഷത്രം, അപ്പോൾ അവർക്ക് പറയാൻ തന്നെ ഒരു മടിയാണ്. മൂലനക്ഷത്രം എന്ന് പറഞ്ഞ് വലിയ വിഷമത്തിലാണ് പറയണേ. പക്ഷേ നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലം. അത്ര പവർഫുള്ളായിട്ടുള്ള നക്ഷത്രമാണ് മൂലനക്ഷത്രം. ഇപ്പോൾ ശുഭനക്ഷത്രവുമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ നക്ഷത്രമാണ്. ഇപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം എടുക്കാവുന്ന നക്ഷത്രവും കൂടിയാണ് മൂലനക്ഷത്രം. അപ്പോൾ ഇന്ന് ശുഭദിനം, ശുഭനക്ഷത്രം. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മൂലനക്ഷത്രമായിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശുക്രൻ്റെ ദിവസമാണ് ബർത്ത്ഡേ വന്നിട്ടുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ ഒരു വർഷം ഭാഗ്യദായകമായ അവസ്ഥകളുണ്ടാവും. സാമ്പത്തിക പുരോഗതിക്കൊപ്പം തന്നെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, ദാമ്പത്യ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ അതൃപ്തികളൊക്കെ മാറിക്കിട്ടുക, അതുപോലെ ഭാര്യ അല്ലെങ്കിൽ പത്രസമേതം ജീവിക്കാനിട വരിക. ഇപ്പോൾ വിദേശത്ത് ഭർത്താവ് ഇരിക്കുകയാണ്, ഭാര്യ നാട്ടിലാണ്, ഭാര്യയെ കൂടി കൊണ്ടുവരണം എന്ന് കുറേ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗ്രഹ നിവൃത്തി ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ഭർത്താവിനെ കൂടെ കൊണ്ടുപോകണം, കുടുംബസമേതം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലപ്രദമായ സമയമാണ്. അല്ല, മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോയി കുടുംബസമേതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈ സമയം, ഈ ഒരു വർഷം നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. പരിശ്രമിച്ചാൽ അത് ഫലവത്തായി വരും. അതുപോലെ ഇന്നും രാവുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. രാവുകാല സമയം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും 1.5 മണിക്കൂർ നേരം രാവുകാല സമയമുണ്ട്. രാഹു എന്ന് പറയുമ്പോൾ സർപ്പമാണ്. നമ്മൾ പോകുന്ന കാര്യങ്ങൾ വഴി വെച്ച് ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യത സർപ്പത്തിനുള്ളത് കൊണ്ട് ആ സമയത്ത് ശുഭയാത്രയ്ക്ക് നല്ലതല്ല. ഒന്നുകിൽ രാവുകാലത്തിന് മുമ്പോ അല്ലെങ്കിൽ രാവുകാലത്തിന് ശേഷമോ യാത്ര തുടങ്ങുക. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇതൊന്നും ബാധകമല്ല. സ്റ്റാർട്ട് ചെയ്യാനെടുത്ത് നോക്കിക്കൊള്ളുക. സ്റ്റാർട്ട് ആൻഡ് ട്രബിൾ ഉണ്ടാക്കും. അത് ശ്രദ്ധിച്ചോളുക. ഇന്ന് രാവുകാല സമയം പറഞ്ഞത്, നമ്മൾ കലണ്ടറൊക്കെ നോക്കുമ്പോൾ ഞാൻ രാവുകാലത്തിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, കലണ്ടറിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും കലണ്ടറിൽ 6 മണി കണക്കാക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇന്നത്തെ 6 മണി സമയം വെച്ചാണ്. നമ്മളെപ്പോഴും ഉദയത്തെ ആസ്പദമാക്കിയാണ് രാവുകാലവും ഗുളികകാലവും യമകണ്ഠകാലവും അഭിജിത്ത് മുഹൂർത്തവും ഒക്കെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ രാവുകാല സമയം എന്ന് പറഞ്ഞത് 10:56 തൊട്ടേ തുടങ്ങുള്ളൂ. അത് 12:29 വരെ രാവുകാല സമയമുണ്ട്. അതുപോലെ 2 സുപ്രധാനമായ 2 പേരാണ് ഗുളികനും യമകണ്ഠനും. ഗുളികകാല സമയം 7:51 തൊട്ട് 9:24 വരെയും. ഇതാണ് ഗുളികോദയ സമയം, ഗുളിക നിൽക്കുന്ന സമയം. അതുപോലെ യമകണ്ഠകാല സമയം
3:34 തൊട്ട് 5:06 വരെ. ഈ സമയം, ഈ 2 സമയങ്ങളും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:06 തൊട്ട് തുടങ്ങും. 12:54 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്, 48 മിനിറ്റ് നേരം. ഇത് ഏറ്റവും ഐശ്വര്യപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുന്ന സമയമാണ്. അതുപോലെ ഇന്നും വെള്ളിയാഴ്ചയാണ്, ശുക്രൻ്റെ ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് പ്രകൃതിയിൽ ശാന്തമായും സന്തോഷപ്രദമായി പ്രകൃതിയിൽ ഓരോ ഗ്രഹത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും പ്രകൃതിക്ക് ചേഞ്ച് ഉണ്ടാകും. നമ്മളറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ രാവിലെ വെച്ച് ഉറക്കമൊഴിച്ച് നോക്കുമ്പോൾ എന്നും ഒരുപോലെ തന്നെ കാണണേ. വീണ്ടും മുമ്പ് നിൽക്കുന്ന തൂണും മരങ്ങളും അല്ലെങ്കിൽ ചെടികളും എല്ലാം ഒരുപോലെ നമ്മളെ ദൃഷ്ടിപ്പെടുമെങ്കിലും ഓരോ ദിവസത്തിനും പ്രാധാന്യമുണ്ട്. നമുക്ക് പ്രകൃതിയുടെ കളറ് നമുക്ക് അറിയാത്തതിൻ്റെ പേരിൽ നമ്മളെ വായുവിനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ കളർ നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പ്രകൃതിയിൽ അത് ലയിച്ച് ഇരിക്കുകയാണ്. അതുകൊണ്ട് റെഡ് കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഈ ശുക്രൻ്റെ പവർ നമ്മളിലേക്ക് കയറ്റും. അത് കോട്ടായിട്ടായാലും ശരി, ഷർട്ടായിട്ടായാലും ശരി, ബ്ലൗസായിട്ടായാലും ശരി, ചുരിദാറായിട്ടായാലും ശരി, ഒന്നുമില്ല പൊട്ടായിട്ടെങ്കിലും ധരിക്കുക. അതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്കൊരു കർച്ചീപ്പായിട്ടെങ്കിലും റെഡ് കളർ കയ്യിൽ കരുതുക. നമ്മളിലേക്ക് നമ്മളറിയാതെ പോസിറ്റീവ് എനർജി കൊണ്ടുവരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.